ഹലോ 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 എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ സാർ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളിൽ പലർക്കും നമ്മുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, +1നെ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഉള്ള സംശയങ്ങൾ ഇതോടുകൂടി ഈ വീഡിയോ കാണുന്നതോടുകൂടി തീരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ലിങ്ക് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സംശയങ്ങൾ തീർക്കുന്നതിന് മുമ്പ് ആദ്യമേ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, 25-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ആ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ അതിന് മുൻപ് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, ഈ 25-ാം തീയതി രാത്രി 12 മണി വരെ സമയമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. വൈകുന്നേരം 5 മണി വരെയാണ്. ശനിയാഴ്ചയാണ് 25-ാം തീയതി എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. നിങ്ങൾ അക്ഷയ സെൻറ്ററിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും മാക്സിമം, അല്ലേ? മാക്സിമം പിള്ളേർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അക്ഷയ സെൻറ്ററിലും അതുപോലെ ഓൺലൈൻ ഇൻ്റർനെറ്റ് കഫേകളിലും ചില കുട്ടികളൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്ത് റിസ്ക് എടുക്കാൻ പല കുട്ടികളും തയ്യാറാവില്ല. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും നമ്മുടെ ഒരു എന്താ പറയുക, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ഈ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ, ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. ഈ അപേക്ഷ സമർപ്പിക്കുന്നത് നമ്മളാണ്, അല്ലാതെ അക്ഷയ സെൻറ്റേഴ്സ് അല്ല, അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളല്ല. അപ്പോൾ അത് ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ഉറപ്പുവരുത്താൻ. അങ്ങനെ ഫൈനൽ സബ്മിഷൻ നടത്തിയാൽ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് യുവർ ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് എന്നുള്ള ഒരു ഗ്രീൻ കളറിൽ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. നമ്മുടെ PDF-ൻ്റെ പ്രിൻ്റ് ഔട്ടും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, മൊബൈൽ വഴി തന്നെ നമ്മുടെ hscap.kerala.gov.in എന്ന സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തിട്ടുള്ള ആ സെൻറ്ററിൽ നിന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നുകൂടി ഉറപ്പുവരുത്തണം. ഒരുപാട് അപേക്ഷകൾ വരുന്നതായിരിക്കും പല സെൻറ്ററുകളിലും, അല്ലേ? പല എന്താ പറയുക, ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് അപേക്ഷകൾ പോയിട്ടുണ്ടാവും. അതിൽ ഒരു ഫയൽ മിസ്സായി കഴിഞ്ഞാൽ, അത് നമ്മുടേതായി കഴിഞ്ഞാൽ, അപ്പോൾ അതിന് പിന്നെ സഫർ ചെയ്യാൻ നമ്മൾ മാത്രമായിരിക്കും. അതിന് പിന്നെ അവരെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപേക്ഷ കൊടുക്കുക എന്നുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്താം. വൈകുന്നേരം 5 മണി വരെ സമയമുള്ളൂ. 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് സമയം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ നമ്മുടെ പേരുണ്ടാവില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മുടെ പേരുണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ സമയത്തിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തത്, പലരും എന്ത് ചെയ്തു, ഹറിബറി ആയിട്ട് നമ്മുടെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്തു, ആദ്യം കൊടുത്താൽ ആദ്യം കിട്ടും എന്നൊക്കെ കരുതിയിട്ട് ആദ്യം തന്നെ ചിലപ്പോൾ ഇതിണ്ടാവും, നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അപേക്ഷയൊക്കെ ഫൈനൽ സബ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീടാണ് മനസ്സിലായത്, അതിൽ ഇങ്ങനെയും കൂടി കൊടുത്താൽ നന്നായിരുന്നേനെ, ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നന്നായിരുന്നേനെ, അല്ലെങ്കിൽ അഡ്രസ്സ് കൊടുത്തപ്പോൾ മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തപ്പോൾ മാറിപ്പോയി, സ്കൂളിൻ്റെ കോമ്പിനേഷൻ കോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് കോഡ്, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ എന്തായിപ്പോയി, മാറിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അല്ലേ? നമ്മൾ ചില കുട്ടികളുണ്ടാവും, എന്താ പറയുക, കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടി. അപ്പോൾ അവനൊരു സ്കൂളിൽ എന്ത് ചെയ്തു, കൊടുത്തു. ആ സ്കൂളിൽ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ വേണം സയൻസും കൊടുക്കാൻ. അതുകൊണ്ട് കൊമേഴ്സ് താല്പര്യമുള്ള കുട്ടി ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് കൊടുത്തു, സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് സയൻസ് കൊടുത്തു, തേർഡ് ഓപ്ഷൻ ആയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തു, ആ സ്കൂളിൻ്റെ ആ ഒരു ഓർഡറിൽ മാത്രം. പിന്നീടാണ് അടുത്ത 4ാമത്തെ ഓപ്ഷനായിട്ട് വേറൊരു സ്കൂളിലേക്ക് പോയത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടി, ഫുൾ A+ ഉള്ള കുട്ടിയായിരിക്കാം മേ ബി, അല്ലേ? അവന് കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടി ചിലപ്പോൾ 2ാമത്തെ ഓപ്ഷൻ സയൻസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ കൊമേഴ്സ് ഫില്ലായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യില്ല, അവിടെ സീറ്റ് കിട്ടില്ല. അപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ആദ്യം കംപ്ലീറ്റ് എല്ലാ സ്കൂളിലെയും അവന് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അവന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള അടുത്തുള്ള സ്കൂളുകളിൽ എന്ത് ചെയ്യുക, കൊമേഴ്സ് വേണം ആദ്യം കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റായിട്ടൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലം എന്ത് ചെയ്തിട്ടുണ്ടാവാം, മാറിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ തിരുത്താൻ പറ്റുമോ, എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പറ്റും. നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ
എല്ലാ തെറ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും. അപ്പോൾ അടുത്ത സംശയമാണ്, അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ കിട്ടി, യു ഹാവ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ സന്തോഷകരമായ റിസൾട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ, ആ സ്കൂൾ തന്നെ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. അത് തന്നെ കിട്ടണമെന്നില്ല, സാധ്യത കൂടുതലുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്താൽ നമുക്ക് ഈ അലോട്ട്മെൻറ്റിനെ ബാധിക്കുമോ എന്നുള്ളത്, നമ്മുടെ WGPA ബാധിക്കാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ബോണസ് പോയിന്റുകൾ ഒരുപാട് ഫസ്റ്റ് ടൈമിൽ ഇല്ലാത്ത കുറേ ബോണസ് പോയിന്റ് ഒക്കെ കയറ്റി കൊടുത്തിട്ട് അങ്ങനെയാണ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്തത്, അഡ്മിഷൻ കിട്ടിയത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് ആയിരിക്കാം. അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ആ ബോണസ് പോയിന്റ്, ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ് അതൊക്കെ കുറേ ടിക്ക് ഒഴിവാക്കി അങ്ങനെ നമ്മളെ ബോണസ് പോയിന്റിനെ ബാധിക്കുക അല്ലെങ്കിൽ WGPA ബാധിക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് ചെയ്തതെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റിനെ അത് ബാധിക്കും. അതല്ല എങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള അഡ്രസ് മിസ്റ്റേക്ക് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ കോഡുകൾ അല്ലേ, സബ്ജക്റ്റ് കോഡുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അലോട്ട്മെൻറ്റിനെ അത് ബാധിക്കൊന്നുമില്ല. ഇതൊരു ട്രയൽ മാത്രമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അപ്ലിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണോ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. പിന്നെ ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഗവൺമെൻറ്റിന് നമ്മുടെ ഈ ഒരു +1 ഏകജാലക സംവിധാനം നടത്തുന്ന അവർക്ക് നോക്കാൻ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അപേക്ഷകൾ തിരുത്താൻ വേണ്ടി സാധിക്കും. അതിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട. ഓക്കെ അല്ലേ? അടുത്തത് SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഈ സംഭവങ്ങളൊന്നും ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചില കുട്ടികൾ പറയുന്നു കേട്ടോ അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ SSLC റിസൾട്ടിന് ബോണസ് മാർക്ക്, ഓക്കെ, മാർക്ക് അതിന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിസൾട്ട് പ്യുവർലി നിങ്ങൾ എഴുതിയെടുത്തതാണെങ്കിൽ നമുക്ക് ബോണസ് പോയിന്റ് ഒന്നും എന്തില്ല, കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, നമുക്ക് മാർക്ക് ആഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പല കുട്ടികൾക്കുള്ളൊരു സംശയമാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മൾ അഡ്മിഷൻ എടുക്കണമെന്ന്. തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കണം. അത് ടെമ്പററി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഓക്കെ, പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ടുള്ള ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, നമ്മൾ നീക്കം ചെയ്യും. നമ്മളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യില്ല, നമ്മളെ പരിഗണിക്കില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, താൽക്കാലിക അഡ്മിഷൻ എടുക്കാം. ഫീസൊന്നും കൊടുക്കാതെ എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഹയർ എന്താ, ഇതിപ്പോൾ നമുക്ക് 5ാമത് കൊടുത്തിട്ടുള്ള ഓപ്ഷനിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് ഇരിക്കാം. ഇനി 1, 2, 3, 4 ഓപ്ഷൻസും കൂടി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം 1ാമത്തെ ഓപ്ഷനാണ്, അവിടെ കിട്ടണം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 5ാമത്തേന് കിട്ടി, നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 6ാമത്തേന് വേണ്ടിയിട്ടാണെങ്കിലോ നടക്കൂല. ഓക്കെ, 6ാമത്തെ ഓപ്ഷനാണ് നമുക്ക് 5നേക്കാളും കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ 6ാമത് കൊടുത്തതിനെ മുകളിലേക്ക് ഇട്ടിട്ട് 5ാമത് കൊടുത്തതിനെ താഴെ കിട്ടണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു രീതിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഹയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം അല്ലേ, ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക, താൽക്കാലിക അഡ്മിഷൻ എടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ തന്നെ പോകാനാണ്, അവിടെ മതി, എനിക്ക് ഈ സ്കൂളും അതുപോലെ സബ്ജക്റ്റും ആ സ്കൂളൊക്കെ പോയി കണ്ടപ്പോൾ അടിപൊളി സെറ്റപ്പ് അല്ലേ, അവിടെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. ഇനി നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മുടെ അലോട്ട്മെൻറ്റുകളൊക്കെ തീർന്നു, എല്ലാ അലോട്ട്മെൻറ്റും തീർന്നു, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലോ അല്ലെങ്കിൽ വിഷയം കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. എല്ലാ അലോട്ട്മെൻറ്റും പൂർത്തീകരിച്ചതിന് ശേഷം ചില സ്കൂളിലൊക്കെ ചില സീറ്റ് വേക്കൻസി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്കൂളിൽ തന്നെ സയൻസ് എടുത്ത കുട്ടിക്ക് ചിലപ്പോൾ കൊമേഴ്സിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവും, നമ്മളെ തണ്ണീർമത്തൻ ദിനങ്ങളിലൊക്കെ ചെയ്ത പോലെ അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫേഴ്സൊക്കെ വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് ട്രാൻസ്ഫറൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് യൂസർ ID ആൻഡ് പാസ്വേഡ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൊതുജനസേവന കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ യൂസർ ID പാസ്വേഡ് ഒന്നും കിട്ടിക്കാണുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താണെങ്കിൽ ആ യൂസർ ID പാസ്വേഡ് എഴുതി വെച്ചിട്ടുണ്ടാവുക, നിങ്ങൾക്കറിയും. അതല്ല വേറെ എവിടെയെങ്കിലും കൊടുത്തതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ യൂസർ ID പാസ്വേഡും അക്ഷയ സെൻറ്ററിലാണെങ്കിലോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിലോ ഇൻ്റർനെറ്റ് കഫേയിലാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് അത് നമ്മൾ വാങ്ങിക്കണം. ആ യൂസർ ID പാസ്വേഡ് എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ച് വാങ്ങണം. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവർ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ അല്ലേ.
യെസ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ യൂസർ ഐ ഡിയും പാസ്വേഡ് മാത്രമല്ല, നമ്മുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അക്ഷയയിൽ പോയി വരി നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ സൈറ്റിൽ hscap.kerala.gov.in എന്ന സൈറ്റിൽ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഓർത്ത് വെക്കുക, അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവം നമുക്ക് അറിയാൻ പറ്റും. അക്ഷയയിൽ ആ തിരക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് റിസൾട്ട് അറിയുമ്പോൾ ആ ഒരു സംഭവത്തിലൊക്കെ നമുക്ക് ഇത് യൂസർ ഐ ഡിയും പാസ്വേഡ് ആവശ്യമാണ്. പിന്നെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് OTP വിട്ടിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, റിവാലുവേഷൻ റിസൾട്ട് ആഡ് ആകുമോ, അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം കൊടുത്താൽ മതിയോ? റിസൾട്ട് വന്നതിന് ശേഷം കൊടുത്താൽ പോരാ, 25-ാം തീയതിക്ക് മുമ്പ് തന്നെ കൊടുക്കണം. റിവാലുവേഷൻ റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ +1-ന് സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരം എന്ത് ചെയ്യണം, നമ്മൾ അപേക്ഷിച്ചിരിക്കണം. അപേക്ഷിച്ചാൽ മാത്രമേ നമ്മൾ അലോട്ട്മെൻറ്റ് പരിഗണിക്കുള്ളൂ. റിസൾട്ട് വരുന്നതും വരാത്തതും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, അത് നമ്മുടെ കയ്യിലല്ലല്ലോ, അല്ലേ? റിവാലുവേഷൻ റിസൾട്ട് വന്നാൽ അത് നമ്മുടെ ഈ ഒരു അപേക്ഷയിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. ഇപ്പോൾ 8A+ ഇട്ട കുട്ടിയാണ്, അവൻ എന്ത് ചെയ്തു, റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്, 2 സബ്ജക്റ്റിന് അവന് A+ കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അവൻ ഈ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ? വേണ്ട, ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ എന്താ, റിസൾട്ട് ചിലപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും, 25-ാം തീയതി 5 മണിക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മുടെ അലോട്ട്മെൻറ്റിനെ അത് ബാധിക്കും. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടൂല, അപേക്ഷിച്ചാലല്ല കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ അലോട്ട്മെൻറ്റിൽ ആ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, അതിൽ അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ വേറൊരു സംശയം, എന്താ പറയുക, റിസൾട്ട് നമ്മൾ റിവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കുറയുമെന്നുള്ളത്, അല്ലേ? നമ്മളിപ്പോൾ A ഉള്ളത് A+ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ B+ ഉള്ളത് A ആവാൻ വേണ്ടിയിട്ട് കൊടുത്തായിരിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് പിറകിലേക്ക് പോവോ? അത്രയൊന്നും ഇല്ല, ഈ കുട്ടിക്ക് B+നുള്ള അർഹതയില്ല, അവന് CA കിട്ടേണ്ടതുള്ളൂ. ആ രീതിയിൽ മാർക്ക് കുറയോ എന്നുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ട്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട മക്കളെ, നിങ്ങൾക്ക് ആദ്യം വന്ന റിസൾട്ട് അവിടെ എന്തായാലും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, മാറ്റം ഉണ്ടെങ്കിൽ കൂടെ ചെയ്യുള്ളൂ, ഒരിക്കലും കുറയൂല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ റിവാലുവേഷന് കൊടുത്തു അബദ്ധമായി പോയി എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. റിവാലുവേഷന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ഒന്നുകിൽ അതുപോലെ തന്നെ സെയിം ആയിട്ട് തുടരും, അല്ലെങ്കിൽ അതിലൊരു പുരോഗതി ഉണ്ടാവും. A+ ആവാം, B+ A ആവാം, A+ ആവാം, അല്ലേ? അല്ലാതെ അതിൽ നിന്നും കുറയുന്ന ഒരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, പിന്നെ റിവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കുറയും, അതിപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ അക്ഷയയിൽ കൊടുത്ത അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കാം? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് hscap.kerala.gov.in എന്ന സൈറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ക്യാപ്ചയൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ മെസ്സേജ് ആണ്, നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഈ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജും PDF ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, PDF-ൻ്റെ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല അതിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ പേര് ഫില്ല് ചെയ്യാനുള്ള സ്കൂൾ കോഡും അതുപോലെ സബ്ജക്റ്റ് കോഡൊക്കെ ഫില്ല് ചെയ്യാനുള്ള ആ പേജാണ് തുറന്നു വരുന്നതെങ്കിൽ അപേക്ഷ സബ്മിറ്റ് ആയിട്ടില്ല. അപേക്ഷ സബ്മിറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിന് എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം എൻഷ്യൂർ ചെയ്യുക. നിങ്ങളെ എവിടെ കൊടുത്തിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടവരോടൊപ്പം പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.